ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എല്ലാവരും എന്താവും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി സെക്രട്ടേറിയറ്റ് അതുപോലെ LD ടൈപ്പിസ്റ്റ് 2023 കട്ട് ഓഫ് എന്താവും. എല്ലാവരും ആ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ റിവൈസ് ഉണ്ടാവുമോ എന്നൊന്നും പറ്റി നമുക്ക് PSC ഫൈനലായിട്ട് ഒരു തീരുമാനവും അറിയിച്ചിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും ഈ എക്സാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിന് പ്രിലിമിനറി ഇല്ലായിരുന്നു. എല്ലാവരും ഒരുപോലെയാണ്, അതായത് ഈ ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ ക്വാളിഫിക്കേഷനുള്ള എല്ലാവരും ഒരുപോലെ കോമ്പറ്റ് ചെയ്ത ഒരു എക്സാം ആയിരുന്നു ഇത്. അതുപോലെ തന്നെയും 3-4 പോസ്റ്റിലേക്ക് നടന്ന പ്രധാനപ്പെട്ട 3-4 പോസ്റ്റിലേക്ക് നടന്ന ഒരു എക്സാമുമായിരുന്നു ഇത്. അപ്പോൾ നമ്മൾ കട്ട് ഓഫ് നിർണ്ണയിക്കുന്നത് PSC ആണ്. കട്ട് ഓഫ് നിർണ്ണയിക്കുമ്പോൾ PSC ഒരുപാട് ഘടകങ്ങൾ നോക്കും. നിലവിലെ ആൾക്കാരുടെ എണ്ണം, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര ആൾക്കാർക്ക് നിയമനം ലഭിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഈ വർഷം എത്ര പോസ്റ്റുകൾ ഉണ്ടാവും, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കട്ട് ഓഫ് PSC നിർണ്ണയിക്കുന്നത്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ തന്നെയും നേരത്തെ ഉള്ള കട്ട് ഓഫുകൾ, കറൻ്റ്ലി റീസെൻ്റായിട്ട് വന്ന എക്സാമുകളുടെ കട്ട് ഓഫുകൾ, ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഒരു സാധ്യത മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഓക്കെ, നേരത്തെ കഴിഞ്ഞ വർഷത്തെ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് സെക്രട്ടേറിയറ്റ് അതിലെ നിലവിലത്തെ നിയമന നിലയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനേക്കാളും ഇച്ചിരി ഒരു അപ്ഡേഷൻ വന്ന നിയമന നിലയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നീട് ഇതിൻ്റെ ടോട്ടൽ അഡ്വൈസ് 350 പേർക്ക് പോയിട്ടുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 222 പേരെയാണ് നിയമനം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലിസ്റ്റ് 9/2/2024 ക്യാൻസലാകും. ഓക്കെ, ഇനി പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് നോക്കാം. പ്രീവിയസ് ഇയറിൽ 65.33 ആയിരുന്നു. 502 കാൻഡിഡേറ്റിനെയാണ് അന്ന് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഓക്കെ, അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് 65.33 ആണ്. ഇത് വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 60-നും 65 മാർക്കിനും ഒക്കെ ഇടയിൽ സെക്രട്ടേറിയറ്റ് ഈ വർഷത്തെ കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഇതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. ഇതിൽ കറൻ്റ്ലി വന്ന ലിസ്റ്റുകൾ കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കട്ട് ഓഫ് പറഞ്ഞത്. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് 254/2018 അതും ഏകദേശം ടോട്ടൽ അഡ്വൈസ് 491 പേർക്കാണ് പോയിട്ടുള്ളത്. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്നും 398 പേർക്ക് വരെയാണ് പോയിരിക്കുന്നത്, അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് നമുക്ക് നോക്കാം. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എന്ന് പറയുന്നത് 61.33 ആയിരുന്നു. ഈ കട്ട് ഓഫൊക്കെ കമ്പയർ ചെയ്യുന്നതിന് അടിസ്ഥാനത്തിൽ നിലവിൽ ഒരു കട്ട് ഓഫ് 58 അല്ലെങ്കിൽ 65 ഇതിനൊക്കെ ഇടയിൽ വരാം. ചിലപ്പം ഇതിനേക്കാളും ഇതിൽ അല്പം വേരിയേഷനൊക്കെ ഉണ്ടാവാം. ഓക്കെ, ഇനിയും നമുക്ക് റീസെൻ്റ്ലി കുറേ റാങ്ക് ലിസ്റ്റുകൾ സ്റ്റേറ്റ് വൈഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ടൈപ്പിസ്റ്റുകൾക്ക് മീറ്റ് പ്രൊഡക്ഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് പ്രൊബേഷണൽ ലിസ്റ്റിൽ 69 പേരായിരുന്നു. ടോട്ടൽ മെയിൻ ലിസ്റ്റിൽ 9 പേരെയായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് 70 ആയിരുന്നു. ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് 67, മെയിൻ ലിസ്റ്റിൽ 10 പേരുമായിരുന്നു. അതിൻ്റെ കട്ട് ഓഫ് 66.67 ആയിരുന്നു. ഇനി ജൂനിയർ ടൈപ്പിസ്റ്റ് പാർട്ട് 1 അപ്പെക്സ് സൊസൈറ്റി ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് 85 പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. മെയിൻ ലിസ്റ്റിൽ 13 പേര്. ഓക്കെ, അതിൻ്റെ കട്ട് ഓഫ് 66 ആണ്. ജൂനിയർ ടൈപ്പിസ്റ്റ് കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് 68 ആയിരുന്നു. അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് 58.67 ആയിരുന്നു. ഇത്രയും ലിസ്റ്റുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാധ്യതാ മാർക്കാണ് ഞാൻ കട്ട് ഓഫായിട്ട് പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തുടർന്ന് LD ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ ഇതുപോലെ ഒരു കമ്പാരിസൺ വീഡിയോയും ഒരു കട്ട് ഓഫുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.